നമുക്കിപ്പം ടി എൻ പ്രതാപൻ കൂടി ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. നമസ്കാരം ടി എൻ പ്രതാപൻ, കാണാനിരിക്കുകയായിരുന്നു. നമസ്കാരം. എങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ? പിന്നെ നമ്മൾ മണലൂരിൽ വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മണലൂരിൽ ഓക്കെ, നമ്മൾ റിപ്പോർട്ട് കൊടുത്തിരുന്നു, കണ്ടു കാണും. അപ്പോൾ ഓക്കെ, നാട്ടികയിൽ എന്താ അവസ്ഥ? നാട്ടികയിൽ നമ്മുടെ CC മൂന്നനിക്ക് പോരുവോ? സത്യത്തിൽ അരുൺജി, CC മൂന്നൻ വളരെ പാവപ്പെട്ട ഒരു ദരിദ്ര പശ്ചാത്തലത്തിൽ പൊതുജീവിതത്തിൽ വന്ന ആളാണ്. ഒരു നല്ല ശുദ്ധനായ കമ്മ്യൂണിസ്റ്റാണ്. അതേപോലെ ചുമട്ട് തൊഴിലാളിയായിരുന്നു. പഞ്ചായത്ത് മെമ്പർ മുതൽ താഴേന്ന് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീട് പോലും ജപ്തി ചെയ്ത് ഏറ്റവും ഒരുപാട് സമ്പന്നന്മാരായ ആളുകൾ നാട്ടികക്കാർ അദ്ദേഹത്തെ സഹായിക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, എന്റെ വീട് ജപ്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല എന്റെ പാർട്ടി എന്നെ സംരക്ഷിക്കും, അല്ലെങ്കിൽ ആ വീട് ജപ്തി ചെയ്ത് പോയിക്കോട്ടെ, ഞാൻ അത് വഴിയാതാരായാലും എന്റെ നിലപാടിൽ മാറ്റമില്ലെന്ന് പറഞ്ഞത് നല്ലവനായ കമ്മ്യൂണിസ്റ്റുകാരനാണ്. നാട്ടു ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ സാധാരണക്കാരനാണ്. മറ്റു പലരെ പോലെ ഒരു മേലങ്കിലുള്ള ആളൊന്നുമല്ല. ആ സാധാരണക്കാരനായ ഒരാൾ ഒരു തവണ MLA. CPI അവരുടെ ഒരു ആദർശപരമായ നിലപാട് ടേം നിശ്ചയിക്കുകയാണെങ്കിൽ CC മൂന്നിനെ പോലത്തുള്ള ഒരാളെ നാട്ടിക പോലുള്ള സ്ഥലത്ത് മാറ്റി നിർത്തിയതിൽ നാട്ടികയിലെ CC മൂന്നിന് വോട്ട് ചെയ്ത നല്ലവരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ വിയോജിപ്പുണ്ടെന്നാണ്. ഞാൻ നാട്ടികക്കാരനാണ്, ഞാൻ നാട്ടികയിലെ വോട്ടറാണ്. പഴയ നാട്ടികയിൽ, ഇപ്പോഴത്തെ നാട്ടികയിലല്ല, പഴയ നാട്ടികയിൽ 2 തവണ MLA ആണല്ലോ ഞാൻ. മുകുന്ദൻ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും സംസാരിച്ചു എന്നാണ് മുകുന്ദൻ പറഞ്ഞത്. എനിക്കത് അറിഞ്ഞുകൂടും. ഞാൻ ഏതെങ്കിലും നേതാക്കന്മാർ മുകുന്ദൻ നമ്മുടെ പക്ഷത്ത് വന്നാൽ, കോൺഗ്രസ് പക്ഷത്തേക്ക് വന്നാൽ അത് ഗുണകരമാവുമെന്നത് ഉറപ്പല്ലേ? പിന്നെ അരുൺജി, രാഷ്ട്രീയത്തില് ഒന്നും പ്രവചിക്കാൻ പറ്റുന്നതല്ല. രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണെന്ന് എന്നേക്കാൾ നന്നായി അങ്ങേക്ക് അറിയാലോ. അങ്ങ് നന്നായി രാഷ്ട്രീയത്തെ പറ്റി റിസർച്ച് ചെയ്യുന്ന ആളല്ലേ, ഒരു നല്ല പൊളിറ്റിക്കൽ സയന്റിസ്റ്റ് കൂടിയാണ് അങ്ങ്. രാഷ്ട്രീയം ഒരു സാധ്യതകളുടെ കലയാണ്. രാഷ്ട്രീയത്തിൽ ഒന്നും പ്രവചിക്കാൻ പറ്റാത്തതാണ്. രാഷ്ട്രീയം അതാത് സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് റീസെറ്റ് ചെയ്യപ്പെടുന്നതാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് അജണ്ട എന്ന് പറയുന്നത്. യെസ്, വെയിറ്റ് ആൻഡ് സീ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഉഷാറായി നടക്കട്ടെ TN പ്രതാപൻ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, TN പ്രതാപൻ പറഞ്ഞതുപോലെ ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിലാണ് കോൺഗ്രസ് പാർട്ടി CC മുകുന്ദനെ ഇപ്പോൾ ക്ഷണിക്കുന്നത്.